ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. അങ്ങനെ ഇതാണ് നമ്മുടെ റിനോവേറ്റഡ് കിച്ചൺ. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ഒട്ടിച്ചിരുന്ന വാൾപേപ്പറിൻ്റെ അതേ കളറ് എനിക്ക് ഗ്രാനൈറ്റ് ആയാലും ടൈൽസ് ആണെങ്കിലും വേണമെന്നായിരുന്നു. പിന്നെ ഈ തല മുട്ടുന്ന രീതിയിൽ ടോപ്പ് ലെയറിലും കൂടെ ഷെൽഫ്സ് കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ഇതൊരു പെട്ടിയെടുക്കളയാക്കണം എന്നില്ലായിരുന്നു. ഇതിൻ്റെ ഒരു വൈബ് കളയരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിരുന്ന സ്ട്രിപ്പ് ലൈറ്റ്സിന് പകരം ഇതുപോലെ റോഡ് കൊടുത്തിട്ട് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽ എക്സാക്ട്ലി സെയിം കിട്ടിയില്ലെങ്കിലും കുറച്ച് ചെറുത് ഉള്ളതാണ് കിട്ടിയേക്കുന്നത്. സാധാരണ അടുക്കളയിൽ കാണുന്ന കൗണ്ടർ ടോപ്പിനേക്കാളും വീതി കൂടുതലാണ് ഈ ഒരു സ്ലാബിന്. ഇത് പഴയ വീടല്ലേ, പണ്ട് അത്രയും വീതിക്കായിരുന്നു അത് കെട്ടിയിരുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു പീസ് ഇത് അങ്ങറ്റത്തായിട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിരുന്ന ഈ വോൾ ഡെക്കർ ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ വളരെ സൂക്ഷിച്ച് ഇളക്കി ഒരു കവറിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് അത് വീണ്ടും തിരിച്ചൊട്ടിച്ചു. ഈ ഒരു സ്റ്റാൻഡും ഇപ്പോൾ ഈ ഒരു കളറിന് ചേരുന്ന രീതിയിൽ ഒന്ന് പെയിൻറ് ചെയ്തു വീണ്ടും വെച്ചിട്ടുണ്ട്. കിച്ചണിലെ പെയിൻറ് ഞാൻ ഈ ഇളം പയർ പച്ചയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് കിട്ടാണ്ട് ഈ പെയിൻ്റാണ് കിട്ടിയത്. ലക്കിലി നമ്മുടെ കബേർഡ്സും ഈ പെയിൻറ്റുമായിട്ട് അങ്ങ് മാച്ചായി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ഇളം പയർ പച്ച മതിലിനും താഴെയുള്ള ഈ കബേർഡ്സ് ഈ പച്ചയിലുമാണ് വന്നിരുന്നെങ്കിൽ ടോട്ടൽ മിസ്മാച്ച് ആയേനെ. ഈ ഒരു ഫ്രെയിം ഞാൻ ഓൺലൈനിൽ തപ്പിയെടുത്ത് ലുവിക്കുട്ടനെ കൊണ്ട് പ്രിൻ്റ് ചെയ്യിച്ച് ഞാനും കുക്കും കൂടെ കളർ ചെയ്ത് അവൻ്റെ ക്രാഫ്റ്റ് ബുക്കിൽ നിന്നൊരു പേപ്പറും കൂടെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്ത് തൂക്കിയേക്കുന്നതാണ്. പിന്നെ വാൾ പേപ്പർ ഇത് നിങ്ങൾ ഇന്നലെ കണ്ടു കാണുമല്ലോ. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഞാനും ആലനും കൂടെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു വാൾ പേപ്പർ. എപ്പോഴെങ്കിലും കിച്ചൺ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഇത് ഇളക്കി കളഞ്ഞിട്ട് ഒരു പിങ്ക് ടിൻറ്റ് വരുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കളർ വരുന്നതോ ഒക്കെ ആയിട്ട് കൊടുക്കാമല്ലോ. ഇന്നലെ രാത്രി ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകി. അപ്പോൾ തന്നെ എല്ലാം അടുക്കി പറക്കിയിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ക്യാമറ നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല ഡാർക്കായിട്ടിരിക്കുന്നു. നല്ല വെളിച്ചത്തിൽ ഇതൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ട് ഇന്നത്തേക്കാക്കി. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് വരാം. ഈ കാണുന്ന ബ്ലാക്ക് റാക്ക് നമ്മളൊന്നും കൂടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ് തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴത്ത് ഈ ഡബ്ബ വയ്ക്കുന്ന സ്ഥലത്ത് ഉരഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഉപ്പോരുള്ളതല്ലേ, സാധനങ്ങൾ തുരുമ്പടിക്കും. അങ്ങനെ ആ താഴത്തെ പെയിൻ്റൊക്കെ കുറച്ച് ഇളകിയിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ വരണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ ടേബിൾ മാറ്റിൽ ഒരു പീസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു റാക്കിൻ്റെ താഴത്തും മേലെയും വിരിച്ചിട്ടാണ് ബാക്കി സാധനങ്ങൾ വെച്ചേക്കുന്നത്. ഇതിന് താഴെ ഇരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിട്ട് എനിക്ക് തരാൻ പറ്റാത്തതാണ്. ബിക്കോസ് ആ സെയിം കളറിൽ സാധനം ഇല്ല. ബ്ലാക്ക് കളറിൽ ടിന്നാണുള്ളത്, ഗ്രീൻ കളർ കിട്ടുന്നില്ല. ഐ മീൻ ദ ഷുഗർ കോഫി ടിൻ ഒക്കെ. ഈ 2 ഗ്ലാസസ് കുറച്ച് ടോളാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഓട്സ് കുടിക്കാനായിട്ട് മേടിച്ചേക്കുന്ന ഗ്ലാസസ് ആണ്. ഇതിപ്പോൾ ഈ ടൈലുമായിട്ട് നല്ല പക്ക മാച്ചാണ്. അതിലും ഇതുപോലെ ചെറിയ ചെറിയ ഗ്രെയിൻസ് ഉണ്ട്. ഇത് നല്ല കപ്പാസിറ്റി ഉള്ള ഗ്ലാസസ് ആണ്. ഒരു സ്മൂത്തി അല്ലെങ്കിൽ ഒരു ഓട്ട് മീലൊക്കെ നമുക്ക് ഇതിൽ കഴിക്കാം. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ജ്യൂസ് ഗ്ലാസ്. പിള്ളേർക്ക് വേറെ ഇതുണ്ട്, അത് ഞാൻ പല ഷോർട്സിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ എൻ്റെ ഡെക്കറേഷൻ വർക്കിൽ ഞാൻ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടത്, സബ്സ്ക്രൈബ് ചെയ്തത്, അത് ഒരു കാരണം ഈ കിച്ചണാണ്. എൻ്റെ ശബ്ദം എന്ന് പലരും പറയുന്നു, ഇച്ചിരി നാണമൊക്കെ വരുന്നു. എനിവേയ്സ് 80 to 90% കിച്ചൺ കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ അന്നത്തെ ഷോർട്സിൽ പറഞ്ഞ പോലെ ഓജസ്സും തേജസ്സും ഉള്ള നിങ്ങളുടെ ആ പഴയ ഗംഗയെ തന്നെ തിരിച്ചു തരണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മോഡുലർ കിച്ചന് കോൺട്രാക്റ്റ് കൊടുത്ത് ഷടപടയെന്ന് പണിയും കഴിപ്പിച്ചൊരു കിച്ചൺ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗംഗയെ വേണ്ടേ? അത് നിങ്ങളെക്കാളും ഉപരി എൻ്റെ ആവശ്യമാണ്. ഇവിടെയാണ് എല്ലാം തുടങ്ങിയത്. ഈ കാണുന്ന ഒരു പാറ്റേൺ ഞാൻ തന്നെ ഒരിടത്തുനിന്നും അധികം ഇൻഫ്ലുവൻസ് ഇല്ലാതെ സെറ്റ് ചെയ്തെടുത്തതാണ്. അതെൻ്റെ മാസ്റ്റർ പീസാണ് ഈ അടുക്കള. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ നിലനിർത്തി പോകുന്നു. എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കാരണം ഇൻ ഫ്യൂച്ചർ നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ലിങ്ക് ചോദിച്ചാൽ എനിക്ക് ഈ ഓർത്തെടുക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കിച്ചൺ ടൂർ അങ്ങ് റെഫറൻസ് ആയിട്ട് തന്നാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു ടവലും നമ്മുടെ പക്കുടവും ഇരിക്കുന്ന ആ ഒരു ചെറിയ സുനാങ്കിയും പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടാതെ ഞാൻ ഇളക്കി മാറ്റിച്ചിട്ട്, അത് പെയിൻ്റ് അടിച്ചിട്ടില്ല, നന്നായിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൈഡിലെ 3 സ്പാറ്റുല സെറ്റും അതും ഞാനൊന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചിങ്ങനെ ഡിറ്റർജൻ്റ് അല്ലല്ലോ, നമ്മുടെ ഡിഷ് വാഷ് അതിങ്ങനെ മുക്കി തുടച്ചു. അപ്പോൾ കളറൊന്ന് ചെറുതായിട്ട് ഫെയ്ഡായി, പക്ഷേ അതൊരു എസ്തറ്റിക് ഫീൽ കൊണ്ടുവന്നു. ഇതിനേക്കാൾ ഇത്തിരൂടെ ഡാർക്കായിരുന്നു. തുടച്ചപ്പം ഇത് ഇങ്ങനെയായി, എന്നാലും പഴയ പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആ സ്ട്രിപ്പ് ലൈറ്റ് അവിടെ ആ ഒരു പോർഷനിൽ എൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മതിലയിൽ ഹോളിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു റാക്കിൻ്റെ താഴത്തെ തട്ടിലും കൂടെ ലൈറ്റ് ഉണ്ട്. ഇത്രയും സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 5685 രൂപയ്ക്കാണ് ടൈൽ എടുത്തത്.
അപ്പോൾ ബാക്കി വരുന്ന ഈ ടൈൽ പീസ് അങ്ങനെ അങ്ങ് വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ. ഞാനത് അവരെ കൊണ്ട് നമ്മുടെ ആ കാണുന്ന ഷെൽഫിൻ്റെ അളവിൽ മുറിപ്പിച്ചെടുത്തിട്ട് ആ ഷെൽഫിൻ്റെ ബ്ലാക്ക് റാക്കില്ലേ അത് നന്നായിട്ട് പെയിൻ്റ് അടിച്ച് അതിന് മീതെ ആ ഒരു ടൈൽ പീസ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. എന്നുവെച്ചാൽ അത് സിമെൻ്റ് ഒന്നും ഇട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് ഇളകി പോരൂല, അതിൻ്റെ മേളിലങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിനും ഒരു ഡിഫറെൻറ്റ് ലുക്കായി. പ്ലസ് എനിക്ക് ഈ പാത്രങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് കമ്പി വെച്ചിട്ടാണ് ആ ഒരു ഷെൽഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ആവില്ല, ഇടയ്ക്കൊന്ന് ചരിയും. ഇതാകുമ്പോൾ നേരെ ഇരിക്കും. പിന്നെ നമ്മുടെ മെയിൻ മുഖചിത്രമാണല്ലോ നമ്മുടെ ഈ ഒരു കുപ്പീൻ്റെ സെറ്റുകൾ. 6 എണ്ണത്തിൻ്റെ വീതമാണ് ഇത് വരുന്നത്, കപ്പാസിറ്റി അനുസരിച്ച്, ചെറുതും വലുതും അനുസരിച്ച്. ഇതെല്ലാം ഇവിടെ ഇരിക്കും. പക്ഷേ ഏറ്റവും ചെറുത് എനിക്ക് അങ്ങനെ നിരത്തി വെക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ പഴയ നിങ്ങൾ കണ്ടു കാണും, ഇത് പണ്ടത്തെ ഒരു ചെറിയൊരു റാക്കാണ്, അതിൻ്റെ ഒരു തട്ടിളക്കി മാറ്റിയിട്ടാണ് ഞാനത് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ഞാൻ താഴെ ബട്ടർ ബോക്സും വെക്കും. പിന്നെ എൻ്റെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ റാക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. ഇത് ഇത്തിരി ഫീബിളാണ് സാധനം. ഈ 2 ഭരണികളിലായിട്ട് പൊടിയുപ്പും പരലുപ്പുമാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങൾ, ഭരണിക്കും വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് മുമ്പ് ഞാൻ ഇവിടെ ഇട്ടിരുന്ന ടൈലിൻ്റെ അതേ 2 പീസാണ് അതിൻ്റെ അടിയിൽ വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വൈറ്റ് ടൈൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു റാപ്പ് നമ്മൾ ഈ ടേബിളിലിടുന്ന പേപ്പറില്ലേ അതൊന്ന് റാപ്പ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്, അത് വളഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടിന്. മേളിലൊരു കുഞ്ഞു ട്രേ വെച്ചിട്ടാണ് അവിടെ ഞാൻ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ എന്തോ ഒരു സാധനം കൂടെ വെച്ചേക്കുന്നത്. ആ ചെറിയ ഭരണിയിലൊന്നുമില്ല, വെറും ഷോ. പിന്നെ പിള്ളേർ ഉപയോഗിക്കുന്ന കരണ്ടി, കളർഫുൾ ആയിട്ടുള്ള സ്പൂൺസ്, നൈഫ്, ഫോർക്ക്, അതൊക്കെയാണ് ആ ലാസ്റ്റ് ഒരു ചെറിയ കപ്പിൽ. പിടി പൊട്ടിയൊരു കപ്പാണ്, പക്ഷേ അത് വളരെ എസ്തറ്റിക് ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചേക്കുന്നു. ഇതിന് മുമ്പേ ഇവിടെ ഇരുന്നൊരു സ്റ്റാൻഡാണ്, അതിൻ്റെ പകുതി ഇപ്പോഴും ഇവിടെ ഉണ്ട്, ബാക്കി പകുതി ഞാൻ മതിലടിച്ച് പിടിപ്പിച്ചു. നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തും. പിന്നെ ഇത് മുമ്പ് എപ്പോഴോ കുരിശടിയിലേക്ക് ഒയാസസ് മേടിച്ച ഒരു ട്രേ ആണ്, ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ട്രേ. അതിനൊരു എസ്തറ്റിക് ടച്ച് കൊടുക്കാനായിട്ട് ഈ കാണുന്ന ഒരു ചെറിയ ഷീറ്റില്ലേ, അത് മുമ്പ് ഒരു തടി കഷ്ണത്തിൽ ഡെല്ലയോ ഡാരലോ, ഇനി ഡാഡയാണോ എന്നറിയത്തില്ല, ആരോ ഒരു ഷിപ്പ് വരച്ച് വെച്ചിരുന്നതാണ്. അത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പീസ് ഞാനിരുന്ന് അറുത്ത് മുറിച്ചിട്ട് ഈ ട്രേക്കകത്താക്കി. എന്നിട്ട് ഇതേ 2 ഓയിൽ ബോട്ടിൽസും, സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും പിന്നെ നമ്മുടെ പുതിയ ഓയിൽ സ്പ്രെയറും കൂടെ അവിടെ അങ്ങ് വെച്ചു. അങ്ങ് അറ്റത്തായിട്ടിരിക്കുന്നത് സ്പൈസസ് ആണ് കേട്ടോ, ഏലക്കയും ബേ ലീഫും ഒക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു സ്പൂൺ ഹോൾഡർ. ഈ വിൻഡോൻ്റെ സൈഡിൽ ഇത്രയും സ്പേസ് വന്നപ്പോഴേ എൻ്റെ മൈൻഡിൽ ഇവിടെ ഇതാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ച് വെച്ചതാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വുഡൻ ഒക്കെ പെട്ടെന്നൊരു പൂപ്പൊല് പിടിക്കുന്ന പോലൊക്കെ വരും. ഞാൻ മാക്സിമം വുഡൻ ഐറ്റംസ് കിച്ചണിലേക്ക് വാങ്ങിക്കാറില്ല, സ്റ്റാൻഡും റാക്കും ഒക്കെ. പിന്നെ വളരെ ലക്കിലി നമുക്ക് 6000 രൂപയ്ക്ക് കിട്ടിയ എൻ്റെ ഹോപ്പ് ഗ്യാസ് സ്റ്റൗ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 13,999 ആണ് കിടക്കുന്നത്. 2 ദിവസം മുന്നേ 10,999 ആയിരുന്നു. റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, എന്നാലും നിങ്ങൾ പുറത്തൊന്ന് തിരക്കി നോക്കിയാൽ അറിയാൻ പറ്റും. എബൌട്ട് 20K to 30K ആണ് ഓരോ ഹോപ്പ് ഗ്യാസ് സ്റ്റൗവിനും ഓരോ സ്ഥലത്തും റേറ്റ് കൊടുത്തേക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡ് കിട്ടും, യൂസർ മാനുവൽ കിട്ടും. ആൻഡ് ദിസ് ഇസ് ഫ്രം ഗ്രീൻ ഷെഫ്. അത് വളരെ റിനൗൺഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് അൺബിലീവബിൾ. അങ്ങനെ ഒന്നും നടക്കത്തില്ല. എന്തായാലും എനിക്ക് ഒത്തിരി ഈ കിച്ചണിൽ ഒരു ഏറ്റവും വലിയ മാറ്റം എന്ന് തന്നെ പറയാം, ഈ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മേളിലായിട്ട് മറ്റേ ആ ഒരു വെന്റിലേറ്റ് ചെയ്യുന്ന സാധനം ഹോബ് പിടിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു വിൻഡോ തുറന്ന് ഇങ്ങനെ ഗ്ലാസ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർ വെന്റിലേഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ പഴയ വിൻഡോ എടുത്ത് കളഞ്ഞിട്ടില്ല, ഫോർ സേഫ്റ്റി. അതും പൂട്ടും ഇതും പൂട്ടും, അത് പുറകിൽ തുറന്നിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കടുകുവറ സാധനങ്ങൾ, നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ പിടിപ്പിച്ചേക്കുന്നത്. ആ ടോപ്പിലും ഈ എൻഡിലുമായിട്ട് സ്ക്രൂ ചെയ്തിട്ട് അങ്ങനെ പിടിപ്പിച്ചിട്ട് ചുമ്മാ ഡെക്കറേഷൻ ഇത്തിരി മണി പ്ലാന്റും വെച്ചു. പിന്നെ നമ്മുടെ സ്പൂൺ ഹോൾഡർ ആസ് യൂഷ്വൽ. ഇന്നലെ രാത്രിയാണ് വിൻഡോയുടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയത് കേട്ടോ. വിൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീതേക്കും കൂടെ എനിക്ക് അന്നേരം തോന്നി ഈ നമ്മുടെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, സ്ട്രിപ്പ് ലൈറ്റ്, മുമ്പ് നമ്മൾ വിൻഡോയുടെ ഫ്രെയിമിൽ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് അവിടെയും കൂടെ ലൈറ്റ് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇന്നലെ രാത്രി അതും സെറ്റ് ചെയ്തു. അവരത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ ഒരു സ്കേർട്ട് ഇത് മുറിച്ചിട്ട് നമ്മൾ അന്ന് ടേബിളിൽ വിരിക്കുന്ന ആ ഒരു ജ്യൂട്ട് ടേബിൾ റണ്ണറിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് മേടിച്ച ലേസാണ്. പണി പാളിയാൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് മേടിച്ചാലും കുറച്ചധികം മേടിച്ച് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ലേസാണ് ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ പീസിൻ്റെ അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ബോട്ടമിലും പിന്നെ ആ കേർട്ടൺ റോഡ് കയറി പോകുന്ന ആ ഒരു പാർട്ടിലും കൂടെ ആ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.
ഈ ഒരു കിച്ചന് കറക്റ്റ് കളർ കോമ്പിനേഷനായിട്ട് എങ്ങനെയൊക്കെയോ ഇത് മാറി. എൻ്റെ മനസ്സിൽ വേറൊരു സ്കേർട്ടായിരുന്നു, പക്ഷേ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഈ കിച്ചൺ നോക്കിയപ്പോൾ എനിക്ക് ഈ സ്കേർട്ട് മുറിക്കാനാണ് തോന്നിയത്. ഇതിന് മുമ്പ് കിടന്നതും എൻ്റെ ഒരു പാവാട തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് ഇരിക്കുന്നിടത്തുള്ള ആ ഒരു ഏരിയ. പറയുമ്പോൾ കുറച്ച് സില്ലി ആയിട്ട് തോന്നും. ഈ സിങ്ക് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ബ്ലൂ സ്റ്റാൻഡ് അവിടെ വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ സിങ്ക് മാറ്റിയില്ല. ആ ഒരു ബ്ലൂ സ്റ്റാൻഡും എൻ്റെ കിച്ചൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നാണ് എനിക്കുള്ളത്. അപ്പോൾ അത് മാറ്റാണ്ടിരിക്കാൻ ഞാൻ ആ സിങ്ക് മാറ്റാനൊന്നും പോയി. ഫാബ്രിക്കേഷൻ വർക്ക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത് 33,000 റുപ്പീസാണ്. അപ്പം നമുക്ക് ആദ്യത്തെ തട്ടുന്ന് തുടങ്ങാം. ഇവിടെ പണ്ട് ഞാൻ തേങ്ങയുടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിരുന്നതാണ്. അവിടെ കുറച്ച് ടോൾ ആയിട്ടുള്ള ബോട്ടിൽസാണ് വെച്ചേക്കുന്നത്. പിരിയമുളക്, അമൃതത്തിൻ്റെ സ്റ്റീൽ ഡബ്ബ, പിന്നെ അമൃതം ഇട്ട് വയ്ക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബ, അരി, പിന്നെ പ്രൊവിഷൻ്റെ ഒരു ചെറിയ ബക്കറ്റ്, എക്സ്ട്രാ പ്രൊവിഷനൊക്കെ ഇട്ട് വയ്ക്കുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടുള്ള റാക്കിൽ നമ്മൾ വിൻഡോയിൽ തൂക്കിയിട്ടിരുന്ന ആ ഒരു ബാസ്ക്കറ്റ് ഞാനെടുത്ത് ഡോറിൽ അങ്ങോട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ ഡിറ്റർജൻസും മറ്റേ നമ്മുടെ ഈ സ്ലാബിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തുടയ്ക്കാനുള്ള സാധനങ്ങൾ, അതിനകത്ത് തേങ്ങയുടെ ബാസ്ക്കറ്റും റൈസ് കുക്കറും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോ, ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ്. ഇത് കാണുമ്പോൾ ഇച്ചിരി ക്ലട്ടറി ആയിട്ട് തോന്നുമെങ്കിലും ഇത് കറക്റ്റ് ഒരു 4 റാക്കിലായിട്ട് ഞാനിങ്ങനെ സ്പെസിഫൈ ചെയ്ത് മാറ്റിയാണ് വെച്ചേക്കുന്നത്. ഫോർ മീ ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് തിങ്സ് ഔട്ട് ഓഫ് ഇറ്റ്. നമ്മുടെ പീലർ, പിന്നെ സിസേഴ്സ്, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ടൂൾസ് പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ഫ്രെയിമിൽ കൂടെ കാണുമ്പോഴും അങ്ങനെ തോന്നുന്നു. അപ്പോൾ അവഴൻ ഇവിടെ വന്നപ്പോഴും പറഞ്ഞായിരുന്നു, ഇത് എന്തുവാടെ ഇത് മൊത്തം പണിയായുധങ്ങളാണല്ലോ എന്ന്. ഇത് കോഫി മേക്കർ, പിന്നെ നമ്മുടെ ആ ഒരു റെഡ് പിടിയുള്ള സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ മാവ് കലക്കുന്ന സാധനമാണ്. ഈ ഗോതമ്പ് ദോശയൊക്കെ ചെയ്യാനും പിന്നെ പെട്ടെന്ന് ഇത്തിരി പാൻ കേക്കൊക്കെ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് നല്ല രീതിയിൽ പെട്ടെന്ന് ഇതായി വരും. ബൈ ദ വേ ദാറ്റ് ഇസ് നോട്ട് ഓൺലൈൻ, അതുകൊണ്ട് ലിങ്ക് കാണത്തില്ല. പിന്നെ കുറച്ച് ചെറിയ സ്പൂൺസൊക്കെ ഞാൻ ഈ ഒരു സെക്ഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സസ്, അതെനിക്ക് നൊപ്ലാഞ്ചി അടിക്കാനായിട്ട് 2-3 എണ്ണേ ഉള്ളൂ. ഇത് അരി അടച്ചിടുന്ന 2 ക്ലിപ്പ്, പഴയത് മാറ്റി കേട്ടോ, 2 പുതിയ ക്ലിപ്പ്. ഗ്ലാസ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-4 എണ്ണേ ഉള്ളൂ. ഒന്ന് അരിയുടെ ബക്കറ്റിൽ കിടപ്പുണ്ട്, ബാക്കി 2-3 എണ്ണം ഇവിടെ. താഴെ പ്ലേറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. അത് കുറച്ച് നല്ല വീതിയുള്ളൊരു സംഭവം ആയതുകൊണ്ട് പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ അവൻ ഗ്ലൗസിന് ആ 2 സൈഡിലങ്ങ് സ്പേസ് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ നെക്സ്റ്റ്, ഇവിടെ നമുക്ക് റാക്കൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വാഷ് ഏരിയയുടെ ഒരു ലൈൻ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. പ്ലംബിംഗ് വർക്ക്സ് വന്നാൽ നമ്മൾ ഇതിനൊരു തട്ടോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന 2 പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ഇതിനടിയിലാക്കിയിട്ട് ഇത്രയും സ്റ്റീൽ പാത്രങ്ങളെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് മാത്രം ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. താഴത്ത് കാണുന്നത് മുറമാണ് കേട്ടോ, നമ്മുടെ ചെറിയ പ്ലാസ്റ്റിക് മുറം. ഇനി ഉള്ളൊരു തട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലാണ് നമ്മളൊരു തട്ട് വെച്ചേക്കുന്നത്. ഇവിടുന്ന് അങ്ങറ്റം വരെയും ഈ ഒരു തട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചുകൂടെ എളുപ്പം ഓർഗനൈസ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തിരികെയൊക്കെയാണ്. ചൂട് സാധനങ്ങൾ നമുക്ക് ഗ്യാസിൽ നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാമല്ലോ. ഇത് തൽക്കാലം അതിൻ്റെ അകത്തൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പുറത്തേൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പം പച്ചക്കറി ഡബ്ബയിൽ 1 മാത്രമേ ബാലൻസ് ഉള്ളൂ. ഞാൻ എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് തുടങ്ങിയിട്ടില്ല. അതൊക്കെ ഓരോന്ന് വീതം ഒഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാമല്ലോ. ഇതും തൽക്കാലം ആണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നീട് വെക്കാം. ഇപ്പുറത്ത് കാണുന്നതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കറിച്ചട്ടികൾ, അത് 2-3 എണ്ണം മാറ്റിയിട്ടുണ്ട്. 2-3 എണ്ണം എന്നല്ല, സ്റ്റീൽ പാത്രം ആയാലും ഗ്ലാസിൻ്റെ ഐറ്റംസ് ആണെങ്കിലും കുറേ ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പുള്ള സകല സാധനങ്ങളും ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. സ്നാക്സ് ബോക്സ് ഞാനിവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇതെടുക്കാനും വെക്കാനും പാടാണല്ലോ എന്നായിരിക്കുമല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. അവൻ ഇതെടുക്കാനും വെക്കാനും പാടായിരിക്കണം. കുറച്ച് സൗണ്ട് ഉണ്ടാക്കാതെ ഇതവൻ ഇവിടുന്ന് എടുക്കാനും പറ്റരുത്, വെക്കാനും പറ്റരുത്. ഞാനത് അറിയണം. അതുകൊണ്ടാണ് അതിവിടെ ഒളിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ, അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 ഗ്യാസ് കുറ്റിയും ഇവിടെ തന്നെ വെച്ചേ പറ്റത്തുള്ളൂ. അത് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അവിടെ ഒരു വരാന്തയും പുറത്തോട്ടുള്ള ബാത്റൂമിലോട്ടുള്ള വഴിയുമൊക്കെ അല്ലേ, അതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല. ആ സൈഡിലൂടെ കൈയിട്ടാലും നമുക്ക് അവിടുന്ന് ചിരവ എടുക്കാൻ പറ്റും. ചിരവയുടെ സൈഡിലായിട്ട് 2-3 പ്ലാസ്റ്റിക് ഡബ്ബകൾ വലുത്, കുറച്ച് കളറൊക്കെ ഫെയ്ഡായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉള്ളപ്പോൾ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ, ഫുഡ് വേസ്റ്റൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ താഴത്തെ തട്ടിൽ ഞാൻ ഡോർ വെച്ചു. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസിൽ കാണാൻ ഭംഗിയുള്ള പ്ലാസ്റ്റിക് സെറാമിക് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാംബു ബാസ്ക്കറ്റ്, മൊമോസ് മേക്കർ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് താഴെയായിട്ടാണ് നമ്മുടെ ബ്ലെൻഡർ, പുതിയൊരെണ്ണമാണ്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ആ വൈറ്റ് കുക്ക് വെയർ സെറ്റ്, പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സാധനം, എല്ലാ പാൻസും സ്ക്രൂ തുരുമ്പടിക്കാതിരിക്കാൻ അതിങ്ങനെ അടച്ചു വെക്കണം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചാരി വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് അവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് ചാരി ഇരിപ്പുണ്ട്. കറക്റ്റ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റാത്തതാണ്. പിന്നെ പ്യൂരിഫയറിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ചെയർ ഇട്ടിരുന്നില്ലേ,
അവിടെയും ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കബോർഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ടോട്ടൽ നമുക്ക് 33,000 വന്നത്. ഇത്രയും പണികൾ ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു 2 തട്ടുണ്ട്. ഏറ്റവും മേളിൽ ഗ്ലാസ്സസ് വെക്കാൻ, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് എടുക്കാമല്ലോ. ഇത് മിസ്സലേനിയസ് ഐറ്റംസ് വെക്കാനാണ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും വെക്കണം തോന്നിയാൽ എടുത്ത് വെക്കാൻ. ഈ ട്രെയിൽ ബാക്കി പാക്കറ്റ്സ് ഇതുപോലെ വെക്കാനായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ആണ്. ആദ്യത്തെ ട്രെയിൽ ക്രഷ്ഡ് പെപ്പറും ചില്ലിയും ഒക്കെയാണ്. ഇന്നലെ കണ്ണനും ലൂയിസിനും ഒക്കെ ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവന്മാരുടെ ഫ്രണ്ട്സിൻ്റെ വക. അപ്പോൾ ഞാൻ അവർക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്തു. സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിൻ്റെ ബാക്കിയൊക്കെയാണ് ഞാൻ ആ ഒരു ട്രെയിൽ വെച്ചേക്കുന്നത്. ചൂട് പാത്രം വെക്കുന്ന 2 സിലിക്കോൺ റൗണ്ട്സ് പഴയ പോലെ ഈ ഡോറിലുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ഞാൻ ഇപ്പോൾ വെച്ചതാണ്. എപ്പോൾ ഇത് പെയിന്റ് അടിച്ചാലും നമ്മൾ പെട്ടെന്ന് കിച്ചണിൽ നിൽക്കുമല്ലേ, ഈ മസാലയൊക്കെ പറ്റിയ കൈ കൊണ്ട് ഈ ഡോറ് തുറക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു സൈഡിലെ കളർ പോകും. അതുകൊണ്ട് അവിടെ ഞാനൊരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാത്ത വലിയ സാധനങ്ങൾ, പിന്നെ ചപ്പാത്തി റെഡി ടു കുക്ക് മേടിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പരത്തുന്ന സാധനം എടുക്കാറില്ലല്ലോ. പാൽപ്പൊടി കുക്കും എടുക്കാതിരിക്കാനാണ് അവിടെ ടോപ്പിലേക്ക് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ച്, പുട്ടുകുറ്റി അതെല്ലാമാണ് മേളിൽ. അതിന് പുറകിലായിട്ട് ടാങ്കിൻ്റെയൊക്കെ ബോട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു റാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കാത്ത മസാലകളാണ് പുറകിലിരിക്കുന്ന സാധനങ്ങളെല്ലാം. കോഫിയൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കി വലിയ കുപ്പി, പിന്നെ അച്ചാറ്, നെയ്യ്, അതൊക്കെ. ഈ സൈഡിലായിട്ട് ഞാൻ നമ്മുടെ സാൻഡ്വിച്ച് മേക്കറും എഗ് സ്റ്റീമറും ചോപ്പറും വെച്ചിട്ടുണ്ട്. അതിന് പുറകിലായിട്ട് വിനാഗിരിയുടെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങറ്റത്തായിട്ടൊരു ചെറിയ ട്രെയിൽ ഹണി, മന്തി മസാല, ടൊമാറ്റോ സോസ്, ഇത് നമ്മുടെ പിസയുടെയൊക്കെ കൂടെ കിട്ടുന്ന സാഷേസ് ഇട്ട് വെക്കാനുള്ള ചെറിയ ഡബ്ബ. ഈ സൈഡിൽ ഒലിവ് ഓയിലിൻ്റെ ചെറിയ കുപ്പിയും ഞാൻ അവിടെ അങ്ങ് വെച്ചു. ആ ഒരു ട്രേ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ കാണുന്ന പ്ലഗ് പോയിന്റ് എന്നാണ് നമ്മൾ അപ്പുറത്ത് അവനിലോട്ടൊക്കെ അങ്ങോട്ട് എക്സ്റ്റൻഷൻ കൊടുത്തേക്കുന്നത്. ഇലക്ട്രിക്കൽ വർക്ക്സിനായിട്ട് 3280 രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ലേബർ ചാർജസ് 5700 രൂപയായി അതിന്. മിക്സിയുടെ ചെറിയ ജാറ് ഞാൻ ഈ വലിയ ജാറിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാണ്. ഇതിൻ്റെ വേറൊരു ജാറ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആ ഒരു മിഡിൽ റാക്കിൽ അങ്ങ് അറ്റത്തായിട്ട് ഒളിച്ച് വെച്ചേക്കാണ്. അത് ഞാൻ അങ്ങനെ എടുക്കാറില്ല, ഷാർജ അടിക്കുമ്പോഴൊക്കെ മാത്രമേ എടുക്കത്തുള്ളൂ. ടൈലിൻ്റെ ലേബറിന് നമുക്കൊരു 6500 രൂപയായിരുന്നു. പിന്നെ കാർപ്പൻറ്ററിന് ഒരു 500 രൂപ. ആ വിൻഡോ നമ്മൾ മറ്റേ വിൻഡോ ഇളക്കിയില്ലല്ലോ, പ്ലസ് അതിന് 3-4 കുത്തിയും കൊളുത്തും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, സവാള, ചെറിയുള്ളി, കിഴങ്ങ്, ഗാർലിക്, അതെല്ലാം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ആവുമ്പോൾ അതിനൊരു പ്രോപ്പർ വെന്റിലേഷൻ സ്പേസ് കിട്ടും. അവിടെ അത് ചീത്തയാവാതിരുന്നോളും. പെയിന്റിന്റെ ലേബർ 2900 റുപ്പീസാണ് കേട്ടോ. പെയിന്റ് മേടിച്ചത് വേറെ. ഷെൽഫിൽ അതേ ഈ ഇങ്ങേ അറ്റത്തായിട്ട് ഇഡ്ലിത്തട്ട്, അപ്പച്ചട്ടി, പിന്നെ നമ്മുടെ വലിയ ഊറ്റുപാത്രം, കുക്കർ. കുക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് ബാക്കി 2 കുക്കർ നല്ല രീതിക്ക് അങ്ങ് പൊടി പിടിച്ചു. അപ്പോൾ അത് കഴുകി ഉണങ്ങാനൊക്കെ വെച്ചിട്ട് ഞാൻ അകത്തോട്ട് എടുക്കാൻ മറന്നുപോയി. അതും അവിടെ വരും. ചൂലൊക്കെ ഞാൻ എക്സ്ട്രാ വന്നൊരു സ്റ്റീൽ ബക്കറ്റിൻ്റെ അകത്ത്, ആ ബക്കറ്റിൻ്റെ താഴെ ഹോളുണ്ട്, അതുകൊണ്ട് അവിടെ അങ്ങ് വെച്ചു. പിന്നെ ഇവിടെ ഒരു കവറുണ്ട്, ആ കവറിനുള്ളിൽ വേറെയും പല കവറുകളുണ്ട്. ലോഡിംഗ് സ്ലാബിന് മീതെ ഒന്നും വെക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ചില സമയത്ത് മനസമാധാനത്തിന് ഇതൊക്കെ എടുത്ത് അവിടെ വെക്കുന്നത് നല്ലതാണ്. താഴെ നമ്മുടെ ആ പഴയ മാറ്റ് അമ്മ എനിക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങ് തന്നു. അത് തന്നെയാണ് വിരിച്ചേക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്ന ക്രോക്കറി ഐറ്റംസ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈഡിലുള്ള ഈ 2 ഷെൽഫിലായിട്ടാണ് ഇരിക്കുന്നത്. ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഇത്ര നാളും വെച്ച സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഷീറ്റ് മൊത്തത്തിൽ കീറി പറഞ്ഞു പോയി. അപ്പോൾ ഡൈനിങ് ടേബിൾ വീണ്ടും ബ്ലാക്ക് ആയി. 30,000 രൂപ എസ്റ്റിമേറ്റ് ഇട്ട് 50,000 രൂപ കയ്യിൽ വെച്ച് തുടങ്ങിയ പണിക്ക് എനിക്ക് അവസാനം 70,360 രൂപയായി. സേവിങ്സിൽ കൈവെക്കേണ്ടി വന്നു എങ്കിലും ഈ ഒരു എമൗണ്ടിൽ വലിയൊരു ഭാഗവും എനിക്ക് തന്നത് യൂട്യൂബാണ്, അല്ല യൂട്യൂബ് വഴി നിങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് വർക്ക്. ഒരുപാട് സ്നേഹത്തോടെ, അതിലുപരി നന്ദിയോടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.